നമസ്കാരം ശ്രീലാം. നമ്മുടെ നിലമ്പൂർ MLA PV അൻവർ ഒരു SP-ക്കെതിരെ തുടങ്ങിയ ഒരു ചെറിയ സമരം അതിപ്പോൾ കേരളത്തിലെ CPM-നെ ആകെ പിടിച്ചു കുലുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നുള്ള ഒരു വിലയിരുത്തലുകൾ പുറത്തു വരികയാണ്. ശരിക്കും കേരളത്തിൽ പിണറായിസം അവസാനിക്കുകയാണോ? പിണറായി വിജയൻ, കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ CPM-ൽ പടയൊരുക്കം ഇപ്പോൾ മൂർധന്യ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കേരളത്തിൽ പിണറായിസം അവസാനിക്കുന്നു എന്നാണ് തോന്നുന്നത്. പിണറായി വിജയനെതിരെ ഒരു വാക്ക് ഉച്ചരിക്കാൻ CPM-ൽ ആരുമില്ല എന്ന സ്ഥിതിയാണ് കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ കണ്ടത്. പിണറായിയാണ് മാർക്സിസമാണ് പിണറായി എന്ന അവസാന വാചകം പോലെയാണ് കഴിഞ്ഞ കുറെ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ അൻവറുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നു CPM-നകത്തുള്ളവർ തന്നെ സന്തോഷിക്കുന്നുണ്ട് എന്നാണ്. കാരണം പിണറായിയെ ചോദ്യം ചെയ്യാൻ ഒരാൾ വരിക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു SP വഴി ADGP വഴി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി വഴി നേരെ എത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ് അൻവർ. ആ വഴി കൃത്യവുമാണ്. ഏതായാലും അൻവർ മുഖ്യമന്ത്രിയെ കൃത്യമായി പറയുന്നില്ലെങ്കിൽ കൂടി പരോക്ഷമായി സൂചിപ്പിക്കുന്നതും ലക്ഷ്യം വെക്കുന്നതും ആഭ്യന്തര വകുപ്പിനെയും ആഭ്യന്തര വകുപ്പിൽ സെക്രട്ടറിയുടെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ചില നടപടികളും ഒപ്പം ആഭ്യന്തര വകുപ്പിലെ ഏറ്റവും പ്രിയപ്പെട്ട ആഭ്യന്തര വകുപ്പിനും പിണറായി വിജയനും ഏറ്റവും പ്രിയപ്പെട്ട ADGP അജിത് കുമാറിനെയുമാണ്. അജിത് കുമാറുമായി സംബന്ധിച്ച് നേരത്തെയും പല ആരോപണങ്ങൾ ഉയർന്നാണ്. സ്വർണ്ണക്കടത്തടക്കമുള്ള വിഷയങ്ങളിൽ പലപ്പോഴും പല കാര്യങ്ങളും വഴിവിട്ട് മുഖ്യമന്ത്രിക്ക് ചെയ്തു കൊടുത്തത് ADGP അജിത് കുമാറാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, വളരെ കൃത്യമായി ഈ ഫോക്കസ് പോകുന്നത് പിണറായി വിജയനിലേക്ക് തന്നെയാണ്. പക്ഷെ ആദ്യഘട്ടത്തിൽ അത് അൻവർ പറയുന്നില്ല. അത് മാത്രമല്ല, അൻവറിനെ ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ചെല്ലാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. സാധാരണഗതിയിലുള്ള പാർട്ടി പ്രവർത്തകർക്ക് അല്ലെങ്കിൽ നേതാക്കന്മാരെ പലപ്പോഴും P ശശിയാണ് ഡീൽ ചെയ്ത് വിടുന്നത്. അപ്പോൾ P ശശി മുഖ്യമന്ത്രിയെ ഒരു രക്ഷാകവചമായി അല്ലെങ്കിൽ മറയായി ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ആരും എത്താതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന ആരോപണം കഴിഞ്ഞ കുറെ നാളുകളായുണ്ട്. പോലീസുകാർക്കിടയിൽ ചില ഉദ്യോഗസ്ഥരെ അമിതമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് P ശശി എന്ന തരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ആരോപണങ്ങളിൽ അകപ്പെട്ട ഒരാൾ കൂടിയാണ് ശശി. അതുകൊണ്ട് തന്നെ P ശശിയെ ലക്ഷ്യം വെക്കുന്നു എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. അത് മാത്രമല്ല, EP ജയരാജൻ കൂടി പുറത്തുപോയ ഒരു സാഹചര്യം കൂടി നമ്മൾ കണക്കിലെടുക്കണം. ADGP അജിത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന മുഖ്യമന്ത്രി EP ജയരാജനെ പ്രൊട്ടക്ട് ചെയ്തില്ല എന്നുള്ളത് അത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആലോചിക്കണം. EP ജയരാജനെ സംബന്ധിച്ചിടത്തോളം ശോഭാ സുരേന്ദ്രനാണ് ആരോപണം ഉന്നയിച്ചത്. ആ ആരോപണം പിന്നീട് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. ശോഭാ സുരേന്ദ്രനാണ് ആദ്യം പ്രകാശ് ജാവ്ദേക്കറെ കാണാൻ പോയി എന്ന ആരോപണവുമായി മുന്നോട്ട് വന്നത്. ഏതായാലും ആ ആരോപണം മുന്നോട്ട് വെച്ചപ്പോൾ അത് കൃത്യമാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്ന അവസ്ഥയും എത്തി. അപ്പോ അദ്ദേഹത്തെ പുറത്താക്കുക വഴി തെരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെ വളരെ കൃത്യമായി തന്നെ അദ്ദേഹം അതിലൊരു കൃത്യത വരുത്തിയത് കൊണ്ട് വോട്ട് കുറഞ്ഞു എന്ന് കാണിക്കാനും തന്റെ അപ്രമാദിത്യം അവസാനിച്ചിട്ടില്ല, താനാണ് ഇപ്പോഴും CPM-ന്റെ അവസാന വാക്കെന്ന് പറഞ്ഞു വെക്കാനുമുള്ള പിണറായി വിജയന്റെ ശ്രമം കൂടിയായിരുന്നു. അത് നമുക്ക് വ്യക്തമായി അറിയാം. ഈ വിഷയങ്ങളൊക്കെ മുൻപിൽ നിൽക്കുമ്പോഴാണ് വളരെ കൃത്യമായി അൻവർ വരികയും അൻവർ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെയും അതുപോലെ തന്നെ വളരെ കൃത്യമായി തന്നെ മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുപ്പമുള്ള ADGP-യെയും അതും ലോ ആൻഡ് ഓർഡറിന്റെ ADGP-യെയും ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്നത്. അതും കൊലപാതകം അടക്കമുള്ള വിഷയങ്ങളിലേക്ക്, വളരെ ഗൗരവമുള്ള വിഷയങ്ങളിലേക്ക് കൂടിയാണ് വിരൽ ചൂണ്ടുന്നത്. ഇതിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യം അനുമാനിക്കണം. ഒന്നുകിൽ അൻവറിനെ വ്യക്തിപരമായി എന്തെങ്കിലും നേടിയെടുക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകണം, അല്ലെങ്കിൽ അൻവറിന് വൈരാഗ്യമുള്ള ആരെയെങ്കിലും ഒക്കെ തീർക്കാനുള്ള ഒരു ശ്രമം ഇതിന്റെ പിന്നിലുണ്ടോ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, പാർട്ടിയിൽ ആർക്കെങ്കിലും ഇതുമായി ബന്ധമുണ്ടോ എന്നതും നമുക്ക് സംശയിക്കേണ്ട കാര്യമാണ്. കാരണം ഇപ്പോ ഒരു വളരെ കൃത്യമായി തന്നെ അടുത്ത കാലത്തായി തിരുത്തൽവാദം നയമടക്കം ചില തിരുത്തൽ നടപടികൾ CPM-ൽ വേണം എന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ വരുന്നത്. അതിന്റെ തുടർച്ചയായി കൂടി ചിലപ്പോൾ ഒരുപക്ഷെ നമുക്കിത് കാണാൻ കഴിയും. രാഷ്ട്രീയപരമായി ഇത്തരം ആരോപണങ്ങൾ വരുന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഉയരുന്ന ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹത്തിന് ഇനിയുള്ള കാലം പ്രതിരോധം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു സ്വതന്ത്ര MLA ആയ അൻവറിന് വേണ്ട പരിഗണന ലഭിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള ചില ചിന്തകളും ഒരുപക്ഷെ അൻവറിനുണ്ടാകും. മറ്റുള്ള സ്വതന്ത്ര പിണറായിക്ക് ഏറ്റവും വളരെ പ്രിയപ്പെട്ടവനായിരുന്നു ഈ PV അൻവർ. അതെ, അതായിരിക്കാം. ആ PV അൻവർ വളരെ പ്രിയപ്പെട്ടവനായിരുന്നപ്പോൾ പോലും ഒരുപക്ഷെ അതിലേറെ പ്രിയപ്പെട്ടവനായി ശശി മാറിയിട്ടുണ്ടാവാം. കാരണം ശശിയെ സംബന്ധിച്ച് നമുക്കറിയാം, ശശി ആരോപണ വിധേയനായ ഒരാളാണ്. ശശിയെ മറ്റ് ഒരു നേതാക്കളും അംഗീകരിക്കുന്നില്ലെങ്കിലും പിണറായി വിജയൻ വളരെ കൃത്യമായി തന്നെ ശശിയെ കൃത്യമായി തന്നെ അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റൊരു വിഷയമുണ്ട്. P ജയരാജനെ വ്യക്തിപൂജയുടെ പേരിൽ ഒതുക്കുന്നതിന് ഈ P ശശിയാണ് ഏറ്റവും മുന്നിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ PV അൻവറിനെ സപ്പോർട്ട് ചെയ്യാൻ P ജയരാജനും ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ?
തീർച്ചയായിട്ടും ഉണ്ട്. അത് മാത്രമല്ല, ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു പി ജയരാജൻ കുറെ കൂടി പാർട്ടിയിൽ ശക്തനായി വരാനുള്ള സാധ്യതകളാണ് വരുന്ന സംസ്ഥാന കമ്മിറ്റിയോടനുബന്ധിച്ച് ഉണ്ടാകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പി ജയരാജൻ പോയ ഒരു കാലഘട്ടം അത് നിലനിൽക്കുന്നു. അതുപോലെ തന്നെ പി ജയരാജനെ വെറും ഒരു വ്യക്തിപൂജ എന്ന ആരോപണത്തിന്റെ പേരിൽ പുറത്താക്കുന്നു. ആ വ്യക്തിപൂജ എന്ന ആരോപണം ഒന്ന് ആലോചിച്ച് നോക്കി, അതിൽ തന്നെ ഇരട്ടത്താപ്പ് ഒന്ന് ആലോചിച്ച് നോക്കി. സിനിമയിൽ അഭിനയിക്കാൻ പരസ്യചിത്രങ്ങളിൽ അഭിനയിക്കാൻ, കാണുന്ന സ്ഥലങ്ങളിലെല്ലാം ലോകത്തുള്ളിടത്തെല്ലാം ഫ്ലക്സ് വെക്കാൻ, തിരുവാതിര കളിക്കാൻ, പാട്ടുണ്ടാക്കാൻ, ഇങ്ങനെയൊക്കെ ശ്രമിക്കുമ്പോഴും അത് പിണറായി വിജയന്റെ പേരിൽ ശ്രമിക്കുമ്പോൾ ആർക്കും ഒരു കുറ്റവുമില്ല. ആരോ ഒരാൾ ഉണ്ടാക്കിയ ഒരു ഫേസ്ബുക്ക് ഐഡിയ കണ്ണൂരിന്റെ ചെന്താരകം എന്ന് വിശേഷിപ്പിച്ചതും ജയരാജനെ വാഴ്ത്തിപ്പാടുന്നതും ഒക്കെ വലിയ പ്രശ്നമായി കണ്ടുകൊണ്ട് വ്യക്തിപൂജ എന്ന ആരോപണം ഉയർത്തിക്കൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കാൻ ശ്രമം നടത്തുമ്പോൾ, അല്ലെ അദ്ദേഹത്തെ ശക്തനാക്കി പുറത്താക്കാൻ എന്ന് പറയാൻ കഴിയില്ല, അദ്ദേഹത്തിന്റെ ശക്തി കുറയ്ക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? പിണറായി വിജയൻ അപ്രമാദിത്യം എന്നും നിലനിൽക്കും എന്ന് വിചാരിച്ച ഒരാളായിരുന്നു പിണറായി വിജയൻ അതിനുശേഷം മരുമകനെ കൂടി അവരോധിച്ചുകൊണ്ട്, മരുമകനെ കൂടി ശക്തിയുക്തം ഈ പാർട്ടിയുടെ ഭാഗമാക്കി നിർത്തിക്കൊണ്ട്, മരുമകനെ ചേർത്ത് വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള, അതുപോലെ തന്നെ ചില പ്രീണന നയങ്ങൾ ഒക്കെ കാണിച്ചുകൊണ്ട് എന്നും ശക്തനായി തുടരാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ മലപ്പുറത്തെ PV അൻവർ പൊതുജനങ്ങളുടെ സമീപത്ത് വന്നല്ലേ, പൊതുജനങ്ങളുടെ മുന്നിൽ വന്നല്ലേ പിണറായി വിജയനെ വെല്ലുവിളിച്ചത്. ഇതിൽ കൂടുതൽ ഇനി പിണറായി വിജയൻ എന്താണ് ഉണ്ടാകാൻ പോകുന്നത്? മറ്റുള്ളവരെല്ലാം പിണറായി വിജയനെ പേടിച്ച് പാർട്ടിയിലുള്ളവരും പഴയ തലമുറ സഖാക്കളും പിണറായിയെക്കാട്ടിൽ വലിയ രീതിയിലുള്ള, പിണറായിക്ക് മുമ്പ് ഉള്ളവരും ഒക്കെ മിണ്ടാതിരിക്കുമ്പോൾ പലപ്പോഴും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പല ആൾക്കാരും CPM-ൽ വലിയ രീതിയിൽ അസ്വസ്ഥതയുണ്ടെന്നേ. ഇപ്പോ ശൈലജ ടീച്ചറെ അടക്കം, രാധാകൃഷ്ണനെ അടക്കം ഒതുക്കിയതടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ട്. ഇതൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ കൃത്യമായി ഒരു പക്ഷേ CPM-ന്റെ ഒരു അജണ്ടയും ഇതിന്റെ പിന്നിലുണ്ടാകും. അതിലെ മാർക്സിസ്റ്റ് വേഴ്സസ് പിണറായി വിജയൻ എന്ന രീതിയിലേക്ക് മാറുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം പണ്ടൊക്കെ VS അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലായിരുന്നു തർക്കമുണ്ടായിരുന്നത്. അന്ന് അത് അവർ തമ്മിലുള്ള വ്യക്തിപരമായ തർക്കങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് പ്രത്യയശാസ്ത്രത്തിന്റെ പേരിലാണ് തർക്കം. പിണറായി വിജയൻ ഒരു പ്രത്യേക ഇസം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, പിണറായിസം. ഈ മാർക്സിസം ഒക്കെ പോയല്ലേ, ഇപ്പൊ പിണറായിസം മാത്രമേ ഉള്ളൂ. പിണറായിയെ ചോദ്യം ചെയ്യാൻ പറ്റിയ ദേശീയ നേതൃത്വമില്ല. ഇവിടെ ആകെ ഭരണമുള്ളത് കേരളത്തിൽ മാത്രമാണ്. കേന്ദ്രത്തിൽ ഒന്നും ചെയ്യാനില്ല. പ്രകാശ് കാരാട്ടിനെ, സീതാറാം യെച്ചൂരിയെ വരെ ചോദ്യം ചെയ്യുന്നു. പ്രകാശ് കാരാട്ട് ഇപ്പോൾ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്. എന്നാലും അങ്ങനെയുള്ളവരെ പോലും ഒതുക്കി നിർത്താൻ ഒരു ഘട്ടത്തിൽ പിണറായി വിജയന് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ആകെയുള്ള ഭരണം വെച്ചുകൊണ്ടാണ് പിണറായി വിജയൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അപ്രമാദിത്തോടുകൂടി തന്നെ CPM-ൽ നിലകൊണ്ട ആളാണ്. ഇരട്ടച്ചങ്കൻ എന്ന പദമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇരട്ടച്ചങ്കുണ്ടെന്നും ക്യാപ്റ്റൻ ആണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന പിണറായി വിജയന്റെ ഭരണകാലത്തെ സത്യത്തിൽ ഭരണപരിഷ്കാരങ്ങൾ, പഴയ കാലത്ത് നമ്മൾ രാജാക്കന്മാരുടെ കാര്യം പറയില്ലേ, അങ്ങനത്തെ ഭരണപരിഷ്കാരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം വളരെ ഉട്ടോപ്യൻ ഭരണപരിഷ്കാരങ്ങളാണ് നടപ്പാക്കിക്കൊണ്ടിരുന്നത്. ഏത് കാര്യത്തിലാണ് പിണറായി വിജയൻ ആരോപണ വിധേയനാകാത്തത്? എങ്കിലും കുറെ കാലത്തേക്ക് CPM-നെ കബളിപ്പിച്ചുകൊണ്ട് CPM-ലെ പല കാര്യത്തിലും വിയോജിപ്പ് CPM-ലുണ്ട്, CPI-ക്ക് വിയോജിപ്പുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇത്രയും കാലം ഇടയ്ക്കും പിഴയ്ക്കും CPI ഇടയ്ക്കൊക്കെ വലിയ ചില ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു വന്നെങ്കിലും അവിടെയും ശക്തമായ രീതിയിൽ ആരോപണം ഉന്നയിക്കാനുള്ള ആളില്ല. കാനം രാജേന്ദ്രൻ അടക്കമുള്ളവരുടെ മരിച്ചുപോയൊരു സാഹചര്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ വ്യക്തമായ കാര്യങ്ങൾ പറയാനോ ഉള്ള ആളും CPI-ലും അങ്ങനെയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു അപ്രമാദിത്വത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പിണറായി വിജയന് കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ ഒരു പിണറായി യുഗത്തിന് ഒരു അന്ത്യം കുറിക്കാനുള്ള ശ്രമമാണോ ഇപ്പോൾ PV അൻവർ നടത്തുന്നതെന്ന സംശയം സ്വാഭാവികമായി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് നമുക്കതെല്ലാം ഇനി കാത്തിരുന്ന് കാണുകയേ വഴിയുള്ളൂ. കാരണം പിണറായിക്കെതിരെ ഉണ്ടായ പല ആരോപണങ്ങളിലും അണികളായ CPM, അതായത് കറകളഞ്ഞ CPM പ്രവർത്തകർ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ അതൃപ്തിയുമായാണ് ഈ പിണറായിക്ക് പിന്നിൽ അണിനിരന്നിട്ടുള്ളത്. പക്ഷെ അവരുടെ എല്ലാം രോഷം ഇതോടെ അവസാനിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം.